ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. സ്നേഹാദരങ്ങൾ നിറഞ്ഞ ഈ വേദിയിലെ പണ്ഡിത ശ്രേഷ്ഠർ, സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട പ്രതിഭാധനരായ വിദ്യാർത്ഥികൾ, സഹോദരങ്ങൾ, 31ാമത് മഞ്ചേശ്വരം ഡിവിഷൻ സാഹിത്യോത്സവിൽ സപ്തഭാഷയുടെ സംഗമഭൂമിയായ ഇവിടെ മൂന്നാമതൊരു ഭാഷയിലുള്ള ഭാഷണമാണ് നിങ്ങൾ കേൾക്കുന്നത്. കഴിഞ്ഞ 31 വർഷക്കാലം മുമ്പ് SSF എന്ന മഹത്തായ വിദ്യാർത്ഥി പ്രസ്ഥാനം സാഹിത്യോത്സവ് എന്ന മഹത്തായ പദ്ധതിയെ രൂപപ്പെടുത്തി നടപ്പിലാക്കുമ്പോൾ അതുകൊണ്ട് ലക്ഷ്യം വെച്ചത് വളർന്നുവരുന്ന തലമുറയിലെ പ്രതിഭാധനരായ വിദ്യാർത്ഥികളെ അവരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് ആ കഴിവുകളെ വികസിപ്പിക്കുന്നതിനും അവരുൾക്കൊള്ളുന്ന ഈ രാഷ്ട്രത്തിനും അവരുടെ സമുദായത്തിനും ഫലപ്രദമായി അതിനെ വിനിയോഗിക്കുന്നതിനും അതിലൂടെ ഒരു നല്ല ഭാവി സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിനുമൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സാഹിത്യോത്സവ് ആരംഭിച്ചിട്ടുള്ളത്. വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയും, ഈ ലക്ഷ്യത്തിലേക്ക് SSF സാഹിത്യോത്സവ് കൊണ്ട് ഈ കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് എത്തിപ്പെടാൻ കഴിഞ്ഞു എന്ന് നമുക്കുറപ്പിച്ചു പറയാം. ഇന്ന് കേരളത്തിൻ്റെ മണ്ണിൽ എഴുതിയും പറഞ്ഞും വരച്ചുമൊക്കെ മുന്നോട്ടു പോകുന്ന ഒരുപാട് പ്രതിഭകളെ സാഹിത്യോത്സവ വേദി സൃഷ്ടിച്ചതാണ് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. അത് കേവലം ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഒരു എഴുത്ത് എന്നതിൻ്റെ അപ്പുറത്ത് കലാവിഷ്കാരത്തിൻ്റെ വ്യത്യസ്തങ്ങളാകുന്ന വഴികൾ ഒരു കാലത്ത് സാഹിത്യോത്സവിൻ്റെ വേദികളെ വരച്ചിടാൻ മറ്റു പലരെയും ആശ്രയിക്കേണ്ടി വരുന്നുവെങ്കിൽ പുതിയ കാലത്ത് അത് വരച്ചിടാൻ SSFൽ നിന്ന് വളർന്നു വന്ന പ്രതിഭകൾക്ക് സാധിക്കുന്നു എന്നുള്ളത് സാഹിത്യോത്സവിൻ്റെ ഒരു അനുഭവമാണ്. കേരളത്തിൽ വ്യത്യസ്ത ഇടങ്ങളിൽ ഡിവിഷൻ സാഹിത്യോത്സവം നടക്കുമ്പോൾ ആ വേദിയിൽ വരുന്ന ഗസ്റ്റുകൾക്കും അവിടെ മത്സരിക്കുന്ന പ്രതിഭകൾക്കും കൈമാറ്റം ചെയ്യാനുള്ള മൊമെന്റുകളടക്കം വളരെ ഭംഗിയായി ആവിഷ്കരിക്കുന്നതിനും അതിനെ രൂപപ്പെടുത്തുന്നതിനും SSFലൂടെ വളർന്നു വരുന്ന പ്രതിഭകൾക്ക് സാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് സ്വയം പര്യാപ്തതയിലേക്കും മറുഭാഗത്ത് ഇത്രയും കാലങ്ങൾ നിർവഹിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളെ കൃത്യമായി നമുക്ക് പ്രയോഗിക്കാൻ കഴിയുന്നു എന്നതിൻ്റെ സന്തോഷത്തിലേക്കും എത്തിച്ചേരുകയാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് കേവലം 2 നാളുകൾ മത്സരിച്ചു പോയി അവസാനിക്കുന്ന ഒരു പ്രക്രിയയല്ല സാഹിത്യോത്സവ വേദികൾ. അത് കേവലം പ്രതിഭകളെ തിരിച്ചറിയാൻ മാത്രമുള്ള വഴിയാണ്. ആ തിരിച്ചറിവിൽ നിന്ന് മുന്നോട്ടുള്ള വളർച്ചയിലേക്ക് വഴി തുറക്കലാണ് ഓരോ വർഷത്തെ സാഹിത്യോത്സവങ്ങളും. യൂണിറ്റ് തലം മുതൽ സംസ്ഥാന തലം വരെ ഒരു സാഹിത്യോത്സവം പൂർത്തിയാകുമ്പോൾ ഓരോ വർഷവും സാഹിത്യോത്സവിന്റെ സോഫ്റ്റ്വെയറിലേക്ക് 1.25 ലക്ഷത്തോളം വരുന്ന പ്രതിഭകൾ എൻട്രി ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ സാധാരണ വിദ്യാർത്ഥികൾ എൻട്രി ചെയ്യപ്പെടുന്നു എന്നല്ല, പ്രതിഭാത്വമുള്ള വിദ്യാർത്ഥികൾ എൻട്രി ചെയ്യപ്പെടുന്നു. ഇത് മറ്റേതു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് പറയാൻ കഴിയും എന്ന് ആലോചിക്കേണ്ടത്.
അവിടെ ഒന്നുകൂടെ ചേർത്ത് പറയാനുള്ളത്, ആവിഷ്കാരങ്ങളും സാഹിത്യ സൃഷ്ടികളും അതിൻ്റെ മൂല്യവത്തായ തലത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുമ്പോൾ അതിനെ കൃത്യമായ ധാർമ്മികമായ അന്തരീക്ഷത്തിലും മനുഷ്യസ്പർശിയായ നിലയിലും പിടിച്ചു നിർത്തുന്നതിനും ആ വഴിയിൽ തന്നെ നിലനിർത്തുന്നതിനും SSFന്റെ ഈ ഒരു പ്രവർത്തനം വഴിയൊരുക്കുന്നു എന്നുള്ളത് കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. കേവലം കലാലയമുറ്റത്ത് പോലും വിസിബിലിറ്റിയുള്ള ചില ആളുകളെ മാത്രം പ്രതിഷ്ഠിച്ച് ആടിത്തിമർത്ത് ആർമാദത്തിന്റെ വഴികളെ കുറിച്ച് മാത്രം ആലോചിച്ച് നൈമിഷികമായ ചില രസങ്ങൾക്കപ്പുറത്ത് സർഗാത്മകതയുടെ സർവ്വതലങ്ങളെയും കൊട്ടിയടക്കപ്പെടുന്ന വേദികളായി ചിലപ്പോഴൊക്കെ അത്തരം കലാലയമുറ്റത്തുള്ള വേദികൾ പോലും മാറുന്നുണ്ട് എന്നുള്ളതൊരു സങ്കടകരമാണ്. പണ്ട് കാലത്ത് ഒരു ക്യാമ്പസിന്റെ യൂണിയന്റെ ഇനാഗുറേഷന് കേവലം വിസിബിലിറ്റിയുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവരിക എന്നതിനപ്പുറത്ത് അദ്ദേഹത്തിന്റെ സർഗാത്മകതയും വൈജ്ഞാനികമായ മികവും ഇതിനെയെല്ലാം കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് വിദ്യാർത്ഥി സമൂഹത്തിന് ലഭിക്കേണ്ട കാര്യങ്ങളെ ലഭിക്കുമെന്ന ധാരണയിൽ ആയിരുന്നു പലരെയും അവതരിപ്പിക്കാറുള്ളതെങ്കിൽ ഇടക്കാലത്ത് അതിൽ നിന്ന് കുറച്ചൊക്കെ മാറി സഞ്ചരിക്കുന്നുണ്ടോ എന്ന ആശങ്ക SSFനുണ്ട്. വിദ്യാർത്ഥികളിൽ മൂല്യവത്തായ വിചാരങ്ങൾ, യഥാർത്ഥത്തിൽ ഒരു കലയും സാഹിത്യവും എവിടെയാണ് രൂപപ്പെടുന്നത്? അത് മനുഷ്യ ജീവിതത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാണ്. ഏതൊരു കഥയുടെയും കവിതയുടെയും നോവലിന്റെയും ഇതിവൃത്തം ഏറെക്കുറയും മനുഷ്യനാണ്, അല്ലെങ്കിൽ പ്രകൃതിയാണ്, മനുഷ്യനോട് ചേരുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലെ ഒരുപക്ഷെ വേദനകളിൽ നിന്നുകൊണ്ടാണ് ചിലത് രൂപപ്പെടുന്നത്. ബഷീറിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലത്തുകൂടെയാണല്ലോ. അദ്ദേഹത്തിന്റെ സാഹിത്യകൃതികളിൽ അദ്ദേഹം ജീവിക്കുന്ന ഒരു കാലസന്ധിയിലെ മനുഷ്യന്റെ ജീവിതത്തിന്റെ നെരിപ്പോടുകളെയാണ് വ്യത്യസ്തമായി അവതരിപ്പിക്കുന്നത്. ഞാൻ ഓരോന്നെടുത്ത് പറയുന്നില്ല. അദ്ദേഹം സ്വന്തമായി ജീവിതത്തിൽ അനുഭവിച്ച പ്രതിസന്ധികളെ വളരെ ഭംഗിയായി അയാൾ അനാവരണം ചെയ്യുന്നുണ്ട്. അതിന്റെ അപ്പുറത്ത് മനുഷ്യർക്കിടയിൽ നിലനിന്നിരുന്ന ഉച്ചനീചത്വങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ തൂലികയിൽ ഈ കഥകൾക്കിടയിൽ, നോവലുകൾക്കിടയിൽ വരച്ചു വെക്കുന്നുണ്ട്. അതൊരു സാഹിത്യ സൃഷ്ടിയുടെ സ്വഭാവമാണ്. മൂല്യവിചാരമുള്ള ഒരാളിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. പോയ കാലങ്ങളിൽ കേരളത്തിന്റെ മണ്ണിലും കേരളത്തിന് പുറത്തുമൊക്കെ ഈ വികാരത്തോടെയാണ് ഏതൊരാവിഷ്കാരങ്ങളും ഏതൊരു സാഹിത്യ സൃഷ്ടിയും രൂപപ്പെട്ടിരിക്കുന്നത്. വഴിയോരങ്ങളിലൂടെ നടന്നു പോകുമ്പോ തൻ്റെ മനസ്സിനെ തട്ടിയ ചില കാഴ്ചകളാണ് ഒരുപക്ഷെ അന്നത്തെ സായാഹ്നത്തിൽ കവിതയായി ഒരു കവിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യന്റെ ജീവിത കഥയാണ് തെരുവിന്റെ കഥകളായി പലപ്പോഴും നമ്മൾ വായിക്കാറുള്ളത്. ഇത്തരം ഒരുപാട് മനുഷ്യസ്പർശിയായ കാര്യങ്ങളെ ചേർത്തു വെച്ചുകൊണ്ടുള്ള ആവിഷ്കാരങ്ങൾ, അവതരണങ്ങൾ സാഹിത്യത്തിന്റെ വഴിയിലൂടെ സംഭാവന ചെയ്യപ്പെടുമ്പോ തീർച്ചയായും അത് അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സമൂഹത്തിന്റെ മനസ്സിൽ ഇത്തരം ഉച്ചനീചത്വങ്ങളോട്, മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങളോട് പ്രതിഷേധവും ഞാൻ എങ്ങനെയാകാൻ പാടില്ല എന്ന വികാരവും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇത് നമ്മൾ എവിടെയും കാണുന്നതാണ്. ഞാൻ ആലോചിച്ചു പോകുന്നത്, ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ആദരണീയരായ സുൽത്താനുൽ ഉലമയുടെ ആത്മകഥയെ വിശ്വാസപൂർവമാണ്. ആ വിശ്വാസപൂർവത്തിൽ തൻ്റെ ആത്മകഥ എഴുത്തിൽ ഒരു കാലത്തിന്റെ ഉച്ചനീചത്വത്തെ കുറിച്ച് അത് അടയാളപ്പെടുത്തുന്നുണ്ട്. ആ അടയാളപ്പെടലാണ് തൻ്റെ പിതാവ് കാശ് കൊടുത്തു വാങ്ങിയിട്ടുള്ള 2 ഏക്കർ ഭൂമി. ആ ഭൂമിയുടെ ആദായങ്ങൾ പണം കൊടുത്ത്, കാശ് കൊടുത്ത് വാങ്ങിയിട്ട ഭൂമിയിൽ നിന്ന് പോലും തങ്ങൾക്ക് എടുക്കാൻ പാടില്ല എന്ന ജന്മിത്ത വ്യവസ്ഥിതിയുടെ അതിരൂക്ഷമായ ഒരു കാലസന്ധിയെ കുറിച്ച് വിവരിക്കുന്നുണ്ട്.
കാശ് കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ നിന്ന് ഒരു തേങ്ങ എടുക്കാനോ ഒരു മാങ്ങ എടുക്കാനോ പറ്റാത്ത ഒരു പരിതസ്ഥിതിയിൽ അപ്പോഴും ജന്മിക്കാണ് അതിൻ്റെ അവകാശമെന്ന് പറയപ്പെടുന്ന ഒരു സാഹചര്യം. ആ കാലസന്ധിയെ അവിടെ വിവരിക്കുകയാണ്. ആ ജന്മിയിൽ നിന്ന് അതിൻ്റെ വരുമാനങ്ങൾ എടുക്കാൻ എത്ര വർഷങ്ങൾ എടുക്കേണ്ടി വന്നു എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. 3 തലമുറയുടെ മാറ്റമുണ്ടായപ്പോഴാണ് ജന്മിയിൽ നിന്ന് അടുത്ത ജന്മിയിലേക്കും 3-ാം തലമുറയിലേക്ക് പേരക്കുട്ടിയിലേക്ക് ആ ജന്മിയുടെ കുടുംബം എത്തിച്ചേരുമ്പോഴാണ് കാശു കൊടുത്ത ആ ഭൂമിയുടെ പൂർണ്ണാവകാശം അന്ന് ജീവിച്ചിരുന്ന മനുഷ്യർക്ക് ലഭിക്കുന്നത് എന്ന് എഴുതിയിടുമ്പോൾ ഞാൻ അതിനോട് ചേർത്തോർമ്മിച്ചു പോയത് സാഹിത്യത്തിലെ വാഴക്കുല എന്ന കവിതയെ കുറിച്ചാണ്. അതിൽ കർഷകൻ ആറ്റുനോറ്റുണ്ടാക്കിയിട്ടുള്ള ആ ഒരു വാഴയിൽ അത് കുലച്ച് നല്ല വലുപ്പമുള്ള വാഴയായി അത് വെട്ടാൻ പാകത്തിൽ ഇങ്ങനെ കുറച്ചുകൂടെ പാകപ്പെടട്ടെ എന്ന് കാത്തു നിൽക്കുമ്പോഴാണ് ജന്മയുടെ ഉത്തരവാദിത്തമുള്ളയാൾ വന്നിട്ട് വെട്ടിക്കൊണ്ടുപോയതിന്റെ ഒരു തീക്ഷ്ണമായ അനുഭവത്തെ വാഴക്കുല എന്ന കവിതയിൽ യഥാർത്ഥത്തിൽ കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട്. ആ കവിതയാണ് പിന്നീട് ജന്മിത്ത വ്യവസ്ഥിതിക്കെതിരെ സമരം ചെയ്യാനുള്ള ഒരു മനോവികാരത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അപ്പൊ ആ വിശ്വാസപൂർവത്തിലും ഈ ഒരു കാലസന്ധിയിലെ ചരിത്ര ഓർമ്മകളെ, അന്നത്തെ ഒരു സമൂഹത്തിന്റെ സ്ഥിതിയെ വരച്ചിടുമ്പോ അതേ ആത്മകഥയിൽ തന്നെ ഉണ്ട്. പഞ്ചാരമാവിന്റെ ചോട്ടിൽ തന്റെ കൂടെയുള്ള വിദ്യാർത്ഥികൾ വന്ന് അവിടെ മാമ്പഴം പെറുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ ജന്മിയുടെ മക്കൾ വന്നിട്ട് നിങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് പറയുന്ന സമയത്ത് കാലത്തിന്റെ ഇതിഹാസമായി മാറിയ പ്രിയപ്പെട്ട ഉസ്താദ് അവറുകൾ അന്ന് അവരുടെ കൂടെ ഒരു വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥി മനോധൈര്യത്തോടെ ആ എടുത്തു കൊണ്ടുപോകാൻ ശ്രമിച്ച മാമ്പഴം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഈ മക്കൾക്ക് കൊടുത്തിട്ട് ആ പഞ്ചാരമാവിന്റെ ഇത്തിരി വട്ടത്തെ സ്വതന്ത്രമാക്കിയതിന്റെ ഒരു സംഭവം കൂടെ അതിൽ വിവരിക്കുന്നുണ്ട്. ഇതിലൂടെ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് കയറുന്നത്? മനുഷ്യത്വ വിരുദ്ധമായ ആശയങ്ങളോട് നെഞ്ചു നിവർത്തി നിൽക്കാനുള്ള ഒരു തന്റെടത്തെയാണ് അതിലൂടെ വരച്ചു കാണിക്കുന്നതെങ്കിൽ, ഒരു ഭാഗത്ത് സ്വതന്ത്രമില്ലാത്ത ജീവിക്കുന്ന മനുഷ്യരുടെ അനുഭവങ്ങളെയാണ് വായിച്ചെടുക്കാൻ കഴിയുന്നതെങ്കിൽ, മറ്റൊരു ഭാഗത്ത് ജന്മിത്വ വ്യവസ്ഥിതിയുടെ കരാള ഹസ്തങ്ങളുടെ ഒരു മനുഷ്യത്വ വിരുദ്ധമായ ഇടപെടലിനെയാണ് നമുക്കതിൽ നിന്ന് നോക്കിയെടുക്കാൻ പറ്റുന്നതെങ്കിൽ, ഇങ്ങനെയൊന്നും ആകരുത് എന്ന വിചാരത്തിലും ഇത്തരം മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങളോട് നേരിടാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ടാകണമെന്ന ഒരു വികാരത്തിലും അത് വായിച്ചു പോകുന്നവന്റെ മനസ്സ് രൂപപ്പെടുന്നുവെങ്കിൽ ആ വിശ്വാസപൂർവവും അതൊരു വലിയ സാഹിത്യ സൃഷ്ടിയാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. ഇങ്ങനെ എവിടെയും നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന സാഹിത്യം എന്ന അർത്ഥത്തിൽ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന ഏതൊരു കാര്യത്തെയും മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ട് വായിക്കാനും ആ അർത്ഥത്തിൽ തന്നെ പുനരാവിഷ്കരിക്കാനും പുതിയ കാലത്തും കഴിയണമെന്ന നിശ്ചയദാർഢ്യമാണ് സാഹിത്യോത്സവ് എന്ന് പറയുന്ന മഹാദൗത്യവുമായി ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകാൻ ശ്രമിക്കാനുള്ള കാരണം. ജനാധിപത്യം ഒന്നുകൂടെ കടന്നുപോയല്ലോ. ഈ രാജ്യത്തെ അൽഹംദുലില്ലാഹ് ആദരണീയായ സയ്യിദ് അവറുകൾ എല്ലാവരും തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. 2024 തെരഞ്ഞെടുപ്പ് നടന്നു. കോർപ്പറേറ്റ് മാധ്യമങ്ങൾ മുഴുവനും നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് അനുസരിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിന് അനുകൂലമായി പ്രതികരിച്ചു. സത്യസന്ധമായി ഒരു വാക്കുപോലും പറയാൻ ശ്രമിച്ചില്ല. അങ്ങനെ ഉണ്ടായിരുന്നപ്പോഴും തങ്ങളുടെ മുന്നിൽ ലഭ്യമായ മാധ്യമങ്ങൾ, ഈ സോഷ്യൽ മീഡിയയിലെ ചാനലുകൾ അതുപയോഗപ്പെടുത്തിയിട്ട് രാജ്യത്തെ ജനങ്ങളോട് സംവദിക്കാൻ, സത്യം ഉറക്കെ വിളിച്ചു പറയാൻ ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങളുണ്ടായി. ആ ശബ്ദങ്ങളുടെ പ്രതിപ്രവർത്തനമാണ് പുതിയ ഇന്ത്യയെ പുനരാവിഷ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ജനാധിപത്യത്തെ തിരിച്ചുപിടിക്കാനും ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തെ ഉയർത്തിപ്പിടിക്കാനുമുള്ള ഒരു അവകാശത്തിലേക്ക്, ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നുകൂടെ നമ്മൾ വായിക്കണം. ഞാനിതെന്തിനാ സൂചിപ്പിക്കുന്നത്? ഒറ്റപ്പെട്ടു പോയി എന്നതുകൊണ്ട് നിരാശപ്പെടുകയല്ല. മനസ്സിനകത്ത് ആശയങ്ങൾ ഉണ്ടെങ്കിൽ, അത് പ്രകടിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ, അത് പ്രകടിപ്പിക്കാനുള്ള ആർജവമുണ്ടെങ്കിൽ
തന്റെ മുന്നിലേക്ക് വരുന്ന ഏതു സാധ്യതയെയും കൃത്യമായി ഉപയോഗപ്പെടുത്തി നമ്മൾ അത് നിർവഹിക്കുന്നുവെങ്കിൽ സത്യം വിജയിക്കുമെന്നതിന്റെ നേർക്കാഴ്ചയാണ്. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ്. യഥാർത്ഥത്തിൽ ഈ അനുഭവങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് വളർന്നു വരുന്ന തലമുറയെ നമ്മൾ പാകപ്പെടുത്തുന്നത്. എന്റെ പ്രതിഭാധനരായ വിദ്യാർത്ഥികൾ ഇന്നും നാളെയും ഇവിടെ മത്സരിക്കുമ്പോൾ നിങ്ങൾ മത്സരിക്കേണ്ടത് കേവലം സാഹിത്യോത്സവ ഒരു സ്ഥാനം ലഭിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, മറിച്ച് നിങ്ങൾ മത്സരിക്കേണ്ടത് ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്കിടയിലെ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനാകണം. നിങ്ങളെ നാക്കുകൊണ്ട്, നിങ്ങളെ തൂലിക കൊണ്ട്, നിങ്ങളൊരു ചിത്രം വരയ്ക്കൽ കൊണ്ട്, ഇതെല്ലാമായി നിങ്ങൾ ഈ സമൂഹത്തോടൊപ്പം സഞ്ചരിക്കാൻ സന്നദ്ധമാകുന്നുവെങ്കിൽ വലിയ പ്രതീക്ഷയുണ്ട് നമ്മുടെ ഭാവിയിൽ. ഈ രാജ്യത്തെ നേരായ വഴിയിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു പറ്റം വിദ്യാർത്ഥികൾ ഉണ്ടാകും. വിപ്ലവങ്ങളെല്ലാം ഏറെക്കുറയും ആരംഭിക്കുന്നത് വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെയാണ്. ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. ചരിത്രത്തിലെ ഓർമ്മകൾ ഇവിടെ അയവിറക്കാനുള്ള സമയപരിമിതിയുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ പോയ കാലങ്ങളിൽ മുഴുവനും അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് പുതിയ കാലത്തിന്റെ ന്യൂജൻ സൊസൈറ്റിയുടെ പ്രതിനിധികളായി നിലകൊള്ളുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ളത്, നൈമിഷികമായ ചില സുഖങ്ങൾക്കപ്പുറത്ത് ആത്യന്തികമായ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഇടങ്ങളോട് നേരിട്ട് സംവദിക്കാനുള്ള സന്നദ്ധത കാണിച്ചുകൊണ്ട് നേരിന് വേണ്ടിയും സ്നേഹം നിലനിർത്തുന്നതിന് വേണ്ടിയും മനുഷ്യത്വപരമായ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയും മൂല്യവത്തായ രാഷ്ട്രീയത്തെ പറയുന്നതിന് വേണ്ടിയും ഒരു നല്ല സംസ്കാരത്തിന്റെ സൃഷ്ടിപ്പിന് വേണ്ടിയും ഒക്കെ സംസാരിക്കാനും എഴുതാനും വരയ്ക്കാനും നമുക്ക് കഴിയണമെന്നാണ്. ആ വരയും വരക്കലും നിലനിൽക്കുന്ന കാലമത്രയും സത്യം ജീവിച്ചുകൊണ്ടേയിരിക്കും, അത് അസ്തമിക്കില്ല. അതിനുവേണ്ടി സംസാരിക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. കലിമത്തു ഹഖ്ഖൻ ഇൻദ സുൽത്താനിൻ ജാഇർ, എത്ര വലിയ തമ്മാടിയാണെങ്കിലും സത്യത്തെക്കുറിച്ച് പറയാനാണ് നിങ്ങൾ ധീരത കാണിക്കേണ്ടത്. അങ്ങനെ പറയാൻ ധൈര്യം കാണിക്കുന്നവനാണ് യഥാർത്ഥ ധീരൻ എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ വാക്കുകൾക്ക് സ്വാധീനമുണ്ട് എന്ന് ഇസ്ലാം പറയുന്നുണ്ട്, ഹദീസിന്റെ വചനങ്ങൾ പറയുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടുത്തെ കാലയളവിൽ ഏതൊരു കഴിവുള്ള വ്യക്തിയെയും ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അവർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. ആ അവസരങ്ങൾ ചിലത് പ്രതിരോധത്തിൻ്റെതാണ്, ചിലത് ചില ആശയങ്ങളുടെ കൈമാറ്റത്തിന് വേണ്ടിയാണ്. എതിർപക്ഷത്ത് നിന്ന് അന്യായത്തിന്റെ വഴിയിൽ സംസാരിക്കുന്നവർ ആ സംസാരിക്കുന്നത് വരെ തിരിച്ചു സംസാരിക്കാനുള്ള കഴിവുള്ള ആളുകളെ പ്രവാചകർ അവരുടെ മുന്നിൽ എഴുന്നേറ്റ് നിർത്തിയിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് ശമ്മാസ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റേത്. പ്രഭാഷണകലയിൽ അപ്പുറത്ത് പ്രൗഢമായ ഇടപെടൽ നടത്തിയിട്ട് പ്രവാചകർ ഉയർത്തിപ്പിടിക്കുന്ന സുന്ദരമായ ആശയത്തിനെതിരെ സംസാരിക്കുമ്പോൾ അതിനേക്കാളും മികച്ച മാന്യമായ ശൈലിയിൽ സംസാരിക്കാൻ ഇപ്പോൾ ഇപ്പുറത്ത് തന്റെ കൂടെയുണ്ട്. അന്യായമായ വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിക്കാനുള്ള ശ്രമം എതിർപക്ഷത്തു നിന്ന് നടത്തിയപ്പോഴാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തിരിച്ച് മൂർച്ചയുള്ള ആശയങ്ങൾ ചേർത്തുവച്ച നല്ല പ്രയോഗങ്ങൾ നടത്തിയിട്ട് കവിത ആലപിച്ചത്. ഇത് ചരിത്രത്തിലെ ഓർമ്മകളാണ്. ഈ ചരിത്രത്തിലെ ഓർമ്മകളെ, പ്രവാചകരുടെ തിരുചര്യയെ മനസ്സിലേക്ക് ഏറ്റുപിടിച്ചുകൊണ്ടാണ് പുതിയ കാലത്ത് നമ്മൾ ഈ സാഹിത്യ പ്രവർത്തനം നടത്താൻ വേണ്ടി സന്നദ്ധമാകുന്നത്. മദീനയുടെ പാഠശാലയിൽ നിന്ന് പഠിച്ചെടുത്ത സുന്ദരമായ മാതൃകകളിലൂടെ ചലിക്കാനാണ് നമ്മൾ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. ലോകത്തെ മുഴുവനും മാറ്റിയെഴുതാനാണ് തിരുപ്രവാചകർ വന്നിട്ടുള്ളത്. ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലോകത്തേക്ക് അവിടുന്ന് ഉദയം ചെയ്തിട്ടുള്ളത്. തന്റെ ദൗത്യത്തെ ഏറ്റെടുത്ത് സമൂഹത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. വായിക്കാൻ പറഞ്ഞുകൊണ്ട് കടന്നു വന്ന പ്രവാചകന്റെ സാഹിത്യപരമായ ആവിഷ്കാരത്തിന്റെ സർവ്വ വഴികളെയും പുതിയ കാലത്തും ആവിഷ്കരിച്ചെടുക്കാനുള്ള ചങ്കൂറ്റമാണ് SSF ഇന്നും നിർവഹിക്കുന്നത്. ഈ ഏറ്റവും വലിയ ഉദ്യമത്തെയാണ് നാട്ടിലുള്ള സർവ്വ നല്ല മനസ്സുള്ള ആളുകളും ഏറ്റെടുക്കുന്നത്. സഹോദരങ്ങളെ, ആ ഏറ്റെടുപ്പിന്റെ വഴിയിൽ നമ്മൾ പുതിയ വിദ്യാർത്ഥി സമൂഹത്തിന്റെ പ്രതിനിധികൾ നന്മ അറ്റുപോയി, ധാർമ്മികത അസ്തമിച്ചുപോയി, എല്ലാം കലുഷമായി എന്ന് പറയുമ്പോ ആ ഒരു പറച്ചിലിന്റെ ഇടയിൽ ഇത്തിരി വട്ടമായി സന്തോഷത്തിന്റെ വർത്തമാനങ്ങളായി ആത്മധൈര്യത്തിന്റെ ഒരു ഇടപെടലായി SSFകാരായ നിങ്ങൾ ഓരോരുത്തർക്കും ഈ സംഘടനയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ
നിങ്ങളാണ് ഏറ്റവും വലിയ തിരുത്തെഴുതുന്നവർ. നിങ്ങളാണ് കാലത്തെ കൃത്യമായി തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോകാൻ കഴിവുള്ള ധർമ്മ വിപ്ലവ പോരാളികൾ. അരുതായ്മകളോട് ചേർന്നു നിൽക്കാതെ നന്മയ്ക്കു വേണ്ടി ശബ്ദിക്കാൻ കരുത്തു കാണിക്കുന്ന ഏറ്റവും നല്ല പ്രതിഭകൾ അത് നിങ്ങളായിരിക്കും. നമ്മുടെ മനസ്സിനെ നമ്മുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുമ്പോ ആ കഴിവുകളുടെ അംഗീകാരത്തിന്റെ പുറത്തുനിന്ന് അഹങ്കാരിയാകുകയല്ല വേണ്ടത്. പുതിയ കാലം അത്തരം ചർച്ചകളോട് നമ്മളോട് പറയുന്നുണ്ടല്ലോ. തന്നെ യോജിച്ചവനല്ല എന്ന അർത്ഥത്തിലേക്ക് പ്രതികരിക്കുന്നു. വീണ്ടും അദ്ദേഹം മാനസികമായി മാറ്റം വന്ന് തിരുത്തെഴുതാനുള്ള ശ്രമം നടത്തുന്നുവെങ്കിലും ഒരർത്ഥത്തിൽ തന്റെ മനസ്സിനകത്തുള്ള ഈഗോ വർക്ക് ചെയ്തതിന്റെ ചർച്ചകൾ മലയാള മണ്ണിൽ നടക്കുന്നുണ്ട്. അവിടെ നേരെ തിരിച്ചു നടന്നതിന്റെ മനുഷ്യസ്പർശിയായ ഇടപെടലിന്റെ ഒരു സൗന്ദര്യത്തെ നമ്മൾ മറ്റു പലരിലും വായിക്കുന്നുണ്ട്. നാം തിരിച്ചറിയേണ്ടത് നമുക്ക് ലഭ്യമാകുന്ന കഴിവുകൾ ഏറ്റവും സ്നേഹപൂർവ്വം വിനിയോഗിക്കാൻ അത് തനിക്ക് വേണ്ടി മാത്രമല്ല, താൻ ഉൾക്കൊള്ളുന്ന സമുദായത്തിന് വേണ്ടി, താൻ ജീവിക്കുന്ന നാട്ടിന് വേണ്ടി, തന്റെ പരിസരത്തുകൂടെ നടന്നു പോകുന്ന പച്ചയായ മനുഷ്യന് വേണ്ടി അവനെ ഒന്ന് കൈപിടിക്കാനും അവന്റെ ദൈന്യതയെ അവതരിപ്പിച്ച് മനുഷ്യരുടെ മനസ്സിൽ സുന്ദരമായ ആശയങ്ങൾ കൈമാറ്റം ചെയ്യാനും തീർച്ചയായും നമുക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർവഹിക്കാനാണ് നമ്മൾ ഈ വേദിയിൽ വന്നുകൊണ്ട് നമ്മുടെ കഴിവുകളെ രാഗിമൂർപ്പിക്കുന്നത്, അതിനെ വീണ്ടും വീണ്ടും വളർത്തിയെടുക്കുന്നത്. അതല്ലാതെ നമ്മുടെ മനസ്സിൽ അനാവശ്യമായ സ്വഭാവ ദൂഷ്യങ്ങളെ കൊണ്ട് നടക്കാനല്ല. ഏറ്റവും നല്ല മാതൃകാ വിദ്യാർത്ഥികളായി നമുക്ക് ഓരോരുത്തർക്കും മാറാൻ കഴിയണം എന്നുകൂടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കതിന് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.